ബീഹാർ തെരഞ്ഞെടുപ്പിൽ കടിച്ചാൽ പൊട്ടാത്ത വാഗ്ദാനങ്ങളൊക്കെയാണ് തേജസ്വി യാദവ് ഇപ്പോൾ ബീഹാറിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനത്തിൻ്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട്. ഇത് ഒരു പുതിയൊരു അവസ്ഥാന്തരമാണെന്ന് മാത്രമേ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. മഹാഗഡ്ബന്ധൻ അധികാരത്തിൽ വന്നാൽ എന്താണ് ചെയ്യുക എന്ന ചോദ്യത്തിന് വഖഫ് നിയമം ഞങ്ങൾ ചവറ്റുകുട്ടയിലെറിയുമെന്നാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് പോയി തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിനുള്ള മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ഞായറാഴ്ച വഖഫ് നിയമത്തെയാണ് ആക്രമിച്ചത്. ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വന്നാൽ വഖഫ് നിയമം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം വോട്ട് ചോരി എന്തുകൊണ്ടാണ് തേജസ്വി യാദവ് ഒരു പ്രചരണ വിഷയമാക്കി മാറ്റാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ശക്തമായി ഉയരുകയാണ്. BJP അടക്കമുള്ള പാർട്ടികൾ ശക്തമായി ഇത് ചോദിക്കുകയാണ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള കത്തിഹാർ ജില്ലയിലെ ഒരു പൊതു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് തൻ്റെ പിതാവും RJD നേതാവുമായിട്ടുള്ള ലല്ലു പ്രസാദ് യാദവ് ഒരിക്കലും വർഗീയ ശക്തികളുമായി വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെന്നും എന്നാൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എല്ലായ്പ്പോഴും അത്തരം ശക്തികളെ പിന്തുണച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘവും സഖ്യകക്ഷികളും ആസ്ഥാനത്തും രാജ്യത്തും വിദ്വേഷം വളർത്തുന്നെന്നും രാഷ്ട്രീയ ജനതാദൾ RJD നേതാവ് ആരോപിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയെ ഭാരത് ജലാവോ പാർട്ടി എന്നാണ് അദ്ദേഹം വിളിച്ച് അധിക്ഷേപിച്ചത്. BJP അധികാരത്തിൽ വന്നാൽ അതിൻ്റെ വർഗീയ അജണ്ട കൂടുതൽ ശക്തമാകുമെന്നും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് പോയി ഇപ്പോൾ തേജസ്വി യാദവ് പ്രസംഗിച്ചിരിക്കുകയാണ്. വഖഫ് നിയമം ഞങ്ങൾ ചവറ്റുകുട്ടയിലെറിയുമെന്ന് പറഞ്ഞ ആ ഒരു വാക്ക് BJPയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ BJP പ്രകോപിതരായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ബീഹാറി മാധ്യമങ്ങളിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.